ഹലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക് അതുപോലെ തന്നെ വേറെ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കപ്പെടുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ കാണാനില്ല, അല്ലെങ്കിൽ പെൺകുട്ടികളെ കാണാനില്ല. മിസ്സിംഗ് കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോൺ നമ്പറും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു അഡ്രസ്സും ഉണ്ടാവും, ഒരു ഫോട്ടോയും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ വാർത്തകൾ കാണുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹവും എല്ലാം തന്നെ ഷെയറും ചെയ്യാറുണ്ട്. അതിൻ്റെ ജെന്യൂനിറ്റി ആരും തന്നെ ചെക്ക് ചെയ്യാറില്ല. പക്ഷേ അതെന്തെന്ന് വെച്ചാൽ, വേണ്ടപ്പെട്ട പോലീസ് അധികാരികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത കാലത്ത് 1-2 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. അവർ പറയപ്പെടുന്നത് പെൺകുട്ടികളുടെ കേസിൽ പറയുകയാണെങ്കിൽ 2 പേരും പ്രണയത്തിലായതിനു ശേഷം വഴക്കുണ്ടാകുമ്പോൾ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം, അതുപോലെ തന്നെ പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ ഒരു വൈരാഗ്യം വന്നിട്ട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യം വേറെയും. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത കൊച്ചു കുട്ടികളുണ്ടാവുമല്ലോ, ചില കുസൃതി തരങ്ങളുള്ള കുട്ടികൾ. അവരോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു നമ്പറും അഡ്രസ്സും അടിച്ചു കയറ്റി സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് അത് എന്താണ് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാരണം നമുക്കും സഹോദരങ്ങളൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നവർ ഒരു കാരണവശാലും അങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളൊന്നും കൊടുക്കാതിരിക്കുക. കാരണം അത് സമൂഹത്തിന് തന്നെ ഒരു ദോഷമാണ്. എല്ലാവരെയും ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇങ്ങനെ ഇട്ട ചില കേസുകളിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ആ കുട്ടികളും, അതായത് പെൺകുട്ടിയും ചെറിയ കുട്ടികളാണെങ്കിലും സുഖമായിട്ട് അവരുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു വാർത്തയാണ് അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ന്യൂസ് ആരും കൊടുക്കാതിരിക്കുക. അതങ്ങനെ കണ്ടാൽ തന്നെ അതിൻ്റെ ജെന്യൂനിറ്റി നോക്കിയിട്ട് മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ കാരണം ഒരു കുടുംബം വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് തടയാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഞാനും നിങ്ങളും ഉൾപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികളെ തന്നെ അറിയിക്കുക. അതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം. അല്ലാതെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ ആരും തന്നെ ചെയ്യരുത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.